സൈറ്റിലിട്ട് നമ്മളുടെ ഈ മാർക്കറ്റിംഗിൽ നമ്മളുടെ ഇതിലൂടെ ഉപഭോക്താവ് ഈ സൈറ്റിൽ വന്ന് ആ പ്രൊഡക്ട്സ് കർഷകരിൽ നിന്ന് മേടിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം OLX പോലെ അല്ലെങ്കിൽ മറ്റ് പല സൈറ്റുകളുണ്ട്. അതിൽ കൃഷിക്കാർക്ക് ആവശ്യമായിട്ട് അങ്ങനെ ഒരു സൈറ്റ് ഇവിടെ വന്നിട്ടില്ല. അപ്പം ഇത് കൃഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സൈറ്റാണ്. നമ്മളുടെ ഈ സൈറ്റിൽ ഒരു സാധനത്തിന്റെ ലിസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉപഭോക്താവിന്റെ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ പ്രൊഡക്ട്സിന്റെ വിവരങ്ങളെല്ലാം കിട്ടാൻ പറ്റും. അവരിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയിട്ട് അവർ തമ്മിൽ യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ കർഷകന്റെ അടുത്ത് പോയി സാധനം മേടിച്ചാൽ മതി. അപ്പൊ അതിനകത്തുള്ള ഒരു ചീറ്റിങ്ങിനുള്ള ഒരു പോസിബിലിറ്റീസ് വളരെ കുറവാണ്. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്യാമെന്നതാണ് മറ്റൊരു സവിശേഷത. രണ്ട് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാനും കൃഷിക്കാരൻ.com സൌകര്യമൊരുക്കിയിട്ടുണ്ട്. സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്കും വളരെ എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് വെബ്സൈറ്റിന്റെ രൂപകൽപ്പന. നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്രമല്ല, നമുക്ക് ഏത് സ്മാർട്ട് ഡിവൈസിലും നമുക്ക് കൃഷിക്കാരൻ.com ഉപയോഗിക്കാം. ഇതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട. നമ്മുടെ കൃഷിക്കാരൻ ബ്രൗസറിൽ കൃഷിക്കാരൻ.com എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃഷിക്കാരൻ.comന്റെ ക്ലബ് മെമ്പറായി. അതിനുശേഷം എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഒരു വട്ടം ഒരു പ്രോഡക്റ്റ് എന്നല്ല, എത്ര വട്ടം വേണമെങ്കിലും പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ജനുവരി 1 മുതൽ പ്രവർത്തനം ആരംഭിച്ച കൃഷിക്കാരൻ.com വെബ്സൈറ്റിലെ സേവനങ്ങൾ ഇപ്പോൾ സൌജന്യമാണ്. ഏപ്രിൽ മുതൽ പ്രതിമാസം 10 രൂപ വീതം ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു. സന്തോഷ് ബാലകൃഷ്ണൻ, PV New, കൊച്ചി. റെക്കോർഡ്സ് മേധാവി അജി ജോസഫാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. ശ്രീ അജി ജോസഫ്, യഥാർത്ഥത്തിൽ ഈ കൃഷിക്കാരൻ.com എന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് കർഷകനും അതോടൊപ്പം വാങ്ങുന്നവനും ലഭിക്കുന്നത്? കൃഷിക്കാരന് അവന്റെ അധ്വാനത്തിന് തക്കതായി ഒരു പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കൃഷിക്കാർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഇത് മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു വിപണി കണ്ടെത്താൻ സാധിക്കണം. കൃഷിക്കാരൻ.comലൂടെ വലിയ സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത കൃഷിക്കാർക്ക് പോലും നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്ത് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ആളുകൾക്ക്, ആവശ്യക്കാർക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ സിമ്പിളായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഡക്ട്സ് വേണമെങ്കിലും അവർക്ക് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് നേരിട്ട് ബന്ധപ്പെടാനായിട്ട് അവരുടെ കോൺടാക്ട് നമ്പറും ലൊക്കേഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. ഈ ലൊക്കേഷൻസ് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടുകൂടി നേരിട്ട് ആവശ്യക്കാരന് എത്തിച്ചേരാനുള്ള ഒരു മീഡിയ ആയിട്ടാണ് നമ്മളിപ്പം കൃഷിക്കാരൻ.com ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ലേലത്തിന് വയ്ക്കാം. കേറ്ററിംഗ് സർവീസ് പോലെയുള്ള ആളുകൾക്ക് നേരിട്ട് നല്ല പച്ചക്കറികൾ അല്ലെങ്കിൽ നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങുന്നതിനുള്ള ഒരു സൗകര്യം നമ്മൾ ഈ ലേലത്തിലൂടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ പഴയ കാലത്ത് നന്മയെ ഓർമ്മിപ്പിക്കുന്ന ബാർട്ടർ സമ്പ്രദായം നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചക്ക കൊടുത്തിട്ട് നമുക്ക് മാങ്ങ വാങ്ങാം, അങ്ങനെയുള്ള ഒരു സിസ്റ്റവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനുള്ളിൽ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിലോ നമ്മുടെ സ്മാർട്ട് ഫോണിലോ നമുക്കിത് ഉപയോഗിക്കാം. ഇതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട. നമ്മൾ ബ്രൗസറിൽ തന്നെ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ് കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ ജേക്കബ് ജോർജ്, ഈ കൃഷിക്കാരൻ.com എന്ന സൈറ്റിലൂടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ കർഷകർ സ്വാഭാവികമായി നേരിടുന്നത് ആ കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അത് കേരളത്തിലെ എവിടെയാണ് എങ്കിലും അത് പ്രാദേശികമായി തന്നെ വിറ്റഴിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഏറ്റവും അടുത്തുള്ള വിപണിയിൽ. കാരണം ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും പെട്ടെന്ന് ചീത്തയാവുക എന്ന സാഹചര്യം കൂടി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ള സാഹചര്യത്തിൽ ഈ കൃഷിക്കാരൻ.com എത്രത്തോളം സഹായകരമാകും കർഷകർക്ക്? നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രഥമമായ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു പ്രാദേശിക സ്ഥലത്തുണ്ടാകുന്ന കൃഷികള് അവിടെ തന്നെ നമുക്ക് അതിനൊരു വിപണി കണ്ടെത്തുകയാണ്. ഇപ്പൊ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് ആ പ്രാദേശികമായ പച്ചക്കറികൾ, വിഷരഹിതമായ പച്ചക്കറികൾ അവിടെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അത് ചീഞ്ഞു പോകാനും മറ്റുമുള്ള ഒരു പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് പ്രാദേശികമായിട്ട് തന്നെ ഒരു വിപണി കണ്ടെത്തി അവിടെ തന്നെ കർഷകന് നഷ്ടം വരാതെ, കർഷകനും അല്ലെങ്കിൽ ഉപഭോക്താവിനും നഷ്ടം വരാതെ അത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ഞാൻ ഈ സംശയം ഉന്നയിക്കാൻ കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം പ്രാദേശികമായ ഈ സഹകരണ സംഘങ്ങൾ പോലെ ഉണ്ട്. കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ സഹകരണ സംഘങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് വിറ്റഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ആ ഒരു സംവിധാനത്തിലേക്കാണ് ഈ കർഷകൻ.com എന്ന സംവിധാനം എത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് സംശയമുണ്ടാകുന്നത്. നമ്മൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പ്രാദേശികമായിട്ട് ഇപ്പം കോട്ടയം പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എറണാകുളം പോലുള്ള സ്ഥലത്ത് ഇഷ്ടം ഒരുപാട് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളുണ്ട്. അവർക്ക് നമുക്ക്
ഈ കർഷകരുടെ നിന്നുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മാർഗങ്ങൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, മാർഗരേഖ ആയിട്ടുണ്ട്. കർഷകർക്ക് അന്നു വരുന്ന അവരുടെ കാർഷിക വിളകൾ അതിന്റെ ഒട്ടും തനിമ മാറാതെ തന്നെ കടകളിലെത്തി അത് ഉപഭോക്താവിലെത്തുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ്. ശ്രീ അജി ജോസഫ്, ഇപ്പോൾ ജൈവ പച്ചക്കറികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ കർഷകൻ.കോമിൽ ഇങ്ങനെ വേർതിരിവുണ്ടോ? അതായത് ജൈവ പച്ചക്കറിക്ക് മറ്റൊരു വിപണി അല്ലെങ്കിൽ ജൈവ രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് അങ്ങനെ തരംതിരിവുകൾ കൃത്യമായൊരു പ്ലാറ്റ്ഫോം ഓരോ ഉൽപ്പന്നത്തെയും സംബന്ധിച്ചുണ്ടോ? നമ്മളിപ്പോ കൃഷിക്കാരൻ.കോമിൽ കാർഷിക ഉൽപ്പന്നങ്ങളും അതിനോടനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങള്, കൈത്തറി വസ്ത്രങ്ങള്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിലുള്ള എന്ത് സാധനം വിൽക്കാം. എങ്കിൽ കൂടിയും ഇപ്പൊ ചോദിച്ചതിന് ഉത്തരമായിട്ട് ഇത് നമുക്ക് ഓർഗാനിക് പ്രോഡക്ട്സ് നമുക്ക് പ്രത്യേകം ടാഗ് ചെയ്യാം. അതുപോലെ ഓരോ കൃഷിക്കാരനും നമ്മൾ അവർ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ റേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നവരെ നമ്മുടെ കസ്റ്റമേഴ്സിന് അവർക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ റേറ്റിംഗ് അറിയാൻ പറ്റും. അതുപോലെ നമുക്കിപ്പം ഓരോ കൃഷിക്കാരന്റെ ഉൽപ്പന്നത്തിന്റെ അവനവന്റെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് അവനവന് തന്നെ വില നിശ്ചയിക്കാവുന്നതാണ്. റൈറ്റ്, പറഞ്ഞോളൂ. കൃഷിക്കാരൻ.കോം ഇതിന്റെ വിലയിലോ കാര്യങ്ങളിലോ ഒന്നും ഇടപെടില്ല. കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല വില കിട്ടണം എന്നുള്ളതാണ്. ഇപ്പൊ 3 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു റോബസ്റ്റ പഴം കൊച്ചി മാർക്കറ്റിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ ഞാൻ പേഴ്സണലായി വാങ്ങിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് 27 രൂപ 30 രൂപ എടുത്തിട്ട് ഞാൻ ആ റോബസ്റ്റ പഴം വാങ്ങിച്ചു. കാർഷിക കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമായതുകൊണ്ട് എനിക്ക് വളരെയേറെ ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞങ്ങള് കൊടുക്കുന്നത് 3 രൂപയ്ക്കാണ് അല്ലെങ്കിൽ 4 രൂപയ്ക്കാണ്. അതെ, കാലിത്തീറ്റയായിട്ട് ഇപ്പോൾ റോബസ്റ്റ പഴവും ഞാലിപ്പൂവിനും അല്ലെങ്കിൽ പാളയംകുടനും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതെ. അത് നമ്മളുടെ വ്യക്തിപരമായ അനുഭവമാണ്. അത് നമുക്കത് വളരെയേറെ സങ്കടമുണ്ട്. കാരണം കാർഷിക കുടുംബത്തിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വേദന തോന്നിയോണ്ടാണ് ഞാൻ ജേക്കബും ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള ആളുകളും വിചാരിച്ചത് സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി നമുക്ക് ചെയ്യണം, നമുക്ക് കൃഷിക്കാർക്ക് ഒരു നല്ലൊരു വിപണന മേഖല ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ ഓർഗാനിക്കിനെ സെപ്പറേറ്റ് അവർക്ക് ടാഗ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് കാർഷിക സംസ്കാരം നമ്മൾ സ്കൂളുകളിൽ കൂടെയും ഒക്കെ നമുക്ക് ഒരു അവറെങ്കിലും നമ്മൾ കൃഷി പഠിപ്പിക്കുക എന്നുള്ള ഒരു അപേക്ഷ ഞങ്ങൾക്ക് ആളുകളോട് വെക്കാനുണ്ട്. റൈറ്റ്. അജി, അതോടൊപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത് എന്നിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാർഷിക മേഖലയിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു പ്രായം, അവർ സാങ്കേതികമായി എത്രത്തോളം പരിജ്ഞാനമുള്ളവരാണ് എന്നുള്ളത്. മറുഭാഗത്ത് ഒരു കുറഞ്ഞ പക്ഷം എങ്കിലും ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുമുണ്ട്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്ത കർഷകർ ഇന്ന് കുറവായിരിക്കാം. പക്ഷേ ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സഹായം തേടുന്ന കർഷകരെ പെട്ടെന്ന് ആകർഷിക്കുക എന്നത് അതൊരു ശ്രമകരമായ ദൌത്യമല്ലേ? അല്ല, നമ്മളിപ്പം ഈ കൃഷിക്കാരൻ.കോമിന് ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. നമുക്ക് 3 ദിവസം കൊണ്ട് 1500 ആളുകളെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യാം. ആളുകൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തു. നമുക്ക് ഫേസ്ബുക്ക് നോക്കുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ നമ്മുടെ കൃഷിക്കാരൻ.കോം ആളുകൾക്ക് കൈകാര്യം ചെയ്യാം. എല്ലാ കാർഷിക കുടുംബങ്ങളിൽ നിന്നും വിദ്യാഭ്യാസപരമായിട്ട് നല്ല മുകളിൽ തന്നെയാണ് എന്റെ ഒരു അനുഭവത്തിൽ കാർഷിക കുടുംബങ്ങളിലെ ആളുകൾ. മൊബൈൽ നോക്കാൻ അറിയാത്ത ഒരാൾ പോലും നമ്മുടെ ഒരു കാർഷിക കുടുംബത്തിൽ ഉണ്ടാവില്ല. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ആളുകളിലേക്ക് ഇത് എത്തിപ്പെടാം എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ആളുകൾ ഇത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ അവനവന്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കും. അതുപോലെ കൃഷിപരമായിട്ടുള്ള സംശയങ്ങൾ, നമുക്കിപ്പോ ഒരു കുരുമുളകിന്റെ ഒരു രോഗം വന്നു, നമ്മൾ ആരോട് ഇത് ചോദിക്കും എന്നുള്ളത് കാർഷിക മേഖലയിലുള്ള ആളുകളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരോട് വ്യക്തമായ ഒരു ആൻസർ ഇതിന് കിട്ടും. നമ്മൾ കൃഷിക്കാരൻ.കോം അതിന് ഒരു പരിഹാരം കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ അവരുടെ സംശയങ്ങളും കൃഷി രീതികളെ പറ്റിയും അറിയാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉടൻ തന്നെ നമ്മൾ കൃഷിക്കാരൻ.കോമുമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കൃഷിക്കാരൻ.കോമിൽ തന്നെ ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ വളരെ ഒതന്റിക് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ റിട്ടയർഡ് പ്രൊഫസേഴ്സ് അവരുടെ സംശയങ്ങൾക്ക് നിവാരണം കൊടുക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ നമ്മൾ കൃഷിക്കാരൻ.കോം ഒരു ക്ലബായിട്ട് രൂപീകരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന് അവരുടെ എംബ്ലം കാർഡിൽ ചെയ്യാം. അതുപോലെ നമ്മളുടെ വക്കീൽ ആളുകൾക്ക് അവരുടെ എംബ്ലം കാർഡിൽ ചെയ്യാം. അതുപോലെ കൃഷിക്കാരനും അവന്റെ ജോലിക്ക് ഭാഗമായി അവന്റെ എംബ്ലം അവന്റെ സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും പറിക്കാനുള്ള കൃഷി എന്ന് പറയുന്ന ഒരു ഡിഗ്നിഫൈഡ് ജോബാക്കി മാറ്റാനുള്ള
ഒരു ശ്രമം നമ്മൾ കൃഷിക്കാരൻ.com ചെയ്യുന്നുണ്ട്. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ്, അതായത് ആരംഭിച്ചിട്ട് ദിവസങ്ങളെ ആയി കാണുകയുള്ളൂ എങ്കിലും ഈ പ്രൈമറി തലത്തിൽ അല്ലെങ്കിൽ ഈ തുടങ്ങിയപ്പോൾ ലഭിക്കുന്ന ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? സംബന്ധിച്ചോളം ഞങ്ങൾ ഉദ്ദേശിച്ചതിലും വളരെ 10 മടങ്ങുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു 3 ദിവസം കൊണ്ട് അജി പറഞ്ഞ പോലെ 1500ഓളം പേര് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് വന്ന ഒരു വളരെ കാര്യമാണ്. അതുപോലെ തന്നെ 2000ഓളം രജിസ്ട്രേഷനുകൾ ഒരു 3 അല്ലെങ്കിൽ ഇന്നിപ്പം 10 ദിവസം കൊണ്ട് ഒരു 2000ഓളം രജിസ്ട്രേഷൻസ് വന്നു കൃഷിക്കാരൻ.com. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. നമ്മള് ഇതിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഇപ്പം മുമ്പേ ചോദിച്ച പോലെ ഇത് ആൾക്കാർക്ക് എല്ലാവർക്കും ചെക്സാവി ആയിരിക്കും, അല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കൂടി ഞങ്ങൾ കണ്ടുവെക്കുന്നുണ്ട്. കാര്യം എല്ലാ വില്ലേജുകളിലും കൃഷിക്കാരൻ.com